ഹായ് ഓൾ, വെൽക്കം ടു അഡാ 24/7. എൻ്റെ പേര് ജിജി. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ ഉടൻ വരും. അപ്പോൾ അതിനുവേണ്ടി പഠിച്ചു തുടങ്ങേണ്ട സമയമായി. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും കറണ്ട് അഫയേഴ്സും ജോബ് അലേർട്സും സബ്ജക്ട് വൈസ് ക്വിസസും ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാന്നുള്ള ടോപ്പിക്കാണ്. ഇന്നലെ വരെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. കുറേ പേര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം. അതിനു മുമ്പ് എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നും എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ആണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഡിഗ്രി ഉള്ളവ എല്ലാവർക്കും എന്തായിരുന്നു ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെയാണ്. അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് 36 വയസ്സ് വരെ. OBC കാർക്കാണെങ്കിൽ എത്രയായിരുന്നു? 39. SC ST ആണെങ്കിൽ അതെന്തായിരുന്നു? അത് 41 വരുന്നത്. അപ്പൊ ഇത്രയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഈ ഏജിലുള്ളവർക്ക് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്താ വലിയ പവർഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്. ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് കയറിയിട്ട് ഒത്തിരി പ്രൊമോഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ കാര്യമായിട്ടൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ലഭിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സ് വെക്കണം. കാരണം നമുക്ക് പഠിക്കാൻ പറ്റുക അല്ലെ, നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമാണ് എന്തായിരുന്നു നമുക്ക് എന്തൊരു എക്സാമും വിജയിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഇതുവരെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അപ്പോൾ പ്രീവിയസ് ഇയർ ഏത് വർഷം മുതൽ നോക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, പ്രിലിംസിനെയും മെയിൻസിനെയും നോക്കുക. അത് കഴിഞ്ഞ് 2023 നമുക്ക് ഒരുപാട് കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നോക്കണ്ട കേട്ടോ. 2023 2024 തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരുന്നു നോക്കുക. വൃത്തിയായിട്ട് 2023 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, എവിടെ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, ചോദ്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നീട് നിങ്ങൾ SCRT വായിച്ചു തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് ഗുണം എന്താ വെച്ചാൽ, എന്തിനാണ് PYQ വായിക്കുന്നതെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ SCRT നോക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് അവിടെ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് SCRTന്ന് ഡയറക്റ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും ഓക്കെ ഇത് നമുക്ക് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു റൈറ്റ് ട്രാക്ക് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. SCRT വൃത്തിയായിട്ട് പഠിക്കുക. ഏത് മുതലുള്ള SCRT പഠിക്കേണ്ടത്? 5ാം ക്ലാസ് മുതലുള്ള SCRT പഠിക്കുക. ഓക്കെ, നമ്മളങ്ങനെ കുറച്ചുകൂടി ചെറുതാവുക. ഓക്കെ, 5ാം ക്ലാസ്സിൽ തുടങ്ങുന്ന SCRT നിങ്ങൾക്ക് പഠിക്കാം. ഭയങ്കര രസമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. കാരണം 5ാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന അത്രയും രസകരമായിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ അതൊക്കെ നമുക്ക് പഠിക്കാം. SCRT പഠിച്ചിട്ട് മോക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഇത് ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റ് എവിടെ കിട്ടുന്ന വെച്ചാൽ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റ് നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയാലും അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടും. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ ഇംഗ്ലീഷും മാത്സ് ഒക്കെ ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് മുന്നോട്ട് വരിക. ഇംഗ്ലീഷും മാത്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രയത്നിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതും എന്തായിരുന്നു ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. ഇനി നമ്മുടെ ആപ്പിൽ നമുക്ക് അഡാ 24/7 നമ്മുടെ ജൂൺ 27-ാം തീയതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ എങ്ങനെയാണ് ക്ലാസ് ഷെഡ്യൂൾസ് എന്ന് നമുക്ക് പറയാം. ഒരു ദിവസം 2 hours ആയിരിക്കും ക്ലാസ് ഉണ്ടാവുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും കൂടിയിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും. 2 hours ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 2 hours ക്ലാസ്സിൽ ലൈവ് ആയിരിക്കും. അപ്പോൾ ലൈവ് മാത്രമല്ല, ഇനി ലൈവ് കാണാൻ പറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ റെക്കോർഡ് സെഷനാണ്. അപ്പോൾ 2 hours ക്ലാസ് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു ദിവസം മിസ്സായാൽ പോലും നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 5-6 മണിക്കൂറാണ് ഒരു ദിവസം ക്ലാസ് എങ്കിൽ എന്തായിരുന്നു, നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അല്ല ഫോളോ ചെയ്യാൻ. 2 ദിവസം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ഫസ്റ്റ് മുതൽ വരണമെങ്കിൽ പണി കുറച്ച് പാടാണ്. അപ്പോൾ ഇവിടെ 2 hours ക്ലാസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് നമ്മൾ തന്നെ മോക്ക് ടെസ്റ്റ് തരും. ഓരോ സബ്ജക്ട് വൈസും ഹോൾ ടെസ്റ്റും ഒക്കെ ആയിട്ട് വീക്ക്ലി ടെസ്റ്റ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ടെസ്റ്റുകൾ നമ്മൾ തരും. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം. കാരണം എല്ലാവർക്കും സ്റ്റഡി മെറ്റീരിയൽ ഫോണിൽ തന്നെ നോക്കി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തരും. ഇനി അതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. മെന്റർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മെന്റർ അവിടെയും കൂടി ഉണ്ടാവും. അപ്പോൾ മെന്റർ ഉറപ്പായിട്ടും എന്തായിരുന്നു ഭയങ്കര ഒരു നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് നിങ്ങൾ ഭയങ്കര വീക്കായി തോന്നുകയാണെങ്കിൽ പോലും മെന്ററിൻ്റെ അടുത്ത് പറഞ്ഞാൽ മെന്റർ സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് മെന്റർ ഇല്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് പറയരുത്. കാരണം ഞാൻ തന്നെയായിരിക്കും മിക്കവാറും മെന്റർ. ഓക്കെ ഫൈൻ. അപ്പോൾ മെന്റർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം. ഇനി ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റില്ല, പേഴ്സണൽ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള പ്രൊവിഷനും കൂടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞ നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ആണ്. വളരെ ചെറിയൊരു രൂപ മാത്രമേ വരുന്നുള്ളൂ. 2000 സംതിങ് റുപ്പീസ് മാത്രമാണ് വരുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി പറയാനുണ്ട് കേട്ടോ. നമ്മുടെ SI സ്പെഷ്യൽ ബാച്ച് ഉണ്ടായിരുന്നു. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മെയിൻസിന്റെ ബാച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ SI ബാച്ചിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. നമ്മുടെ സ്റ്റുഡൻസിന് റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ ഋഷിക്കുണ്ട്, അഭിഷേകിനൊക്കെ അഭിലാഷിനൊക്കെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ റിസൾട്ടൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളും സജ്ജരാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് 2 രീതിയിൽ പർച്ചേസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിക്കാം. എന്താണോ ഞാനിപ്പോൾ കാണിക്കുന്നത് അത് തന്നെയാണ് ആപ്പിലും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ക്രോമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ക്രോമാണ്. ADA 24/7 എന്ന് ടൈപ്പ് ചെയ്തു, ആദ്യത്തെ തന്നെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഇവിടെ സ്റ്റേറ്റ് എക്സാംസ് എന്ന് കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്തായിരുന്നു, കേരളയിൽ ക്ലിക്ക് ചെയ്തു. കേരളയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തായിരുന്നു ഇവിടെ SSC കേരള എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് SSC കേരള അല്ല, അത് നമുക്ക് SSC ആണ് കേട്ടോ. PSC നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ല, അപ്പോൾ PSC ആണ്. PSC നോക്കുക. എന്നിട്ട് വ്യൂ ഓൾ കൊടുക്കുക. വ്യൂ ഓൾ കൊടുത്തിട്ട് ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഇതാ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്ത് താഴെ നിങ്ങൾ ഉപയോഗിക്കേണ്ട കോഡ് Y681 എന്നാണ്. ഓക്കെ, Y681 എന്ന കോഡാണ്. എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2323 രൂപ മാത്രം ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2323 രൂപയ്ക്ക് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കോഡ് മറക്കണ്ട, Y681. ഓൾറെഡി ഉള്ള കോഡ് റിമൂവ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടോ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നത്. അത് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു കോഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.